നിലവിൽ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന കമ്പനികൾ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. അവർക്ക് ഇവിടെ ബ്രൂവറി യൂണിറ്റ് ആവശ്യമില്ലാത്തതിനാലാണ് പാലക്കാടുള്ള നിർദ്ദിഷ്ട ബ്രൂവറി യൂണിറ്റിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്നും MB രാജേഷ് ആരോപിച്ചു. കോൺഗ്രസിന് എന്താവശ്യമുണ്ടെങ്കിലും കർണാടകയിൽ നിന്നും ഈ ചാനലിലൂടെയാണ് വരുന്നത്. അതിനാൽ അവർ തീർച്ചയായും അസ്വസ്ഥരാകും. അതുകൊണ്ടാണ് അവർ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന പോലെ പെരുമാറുന്നത്, മന്ത്രി പറയുന്നു. അദ്ദേഹം പറയുന്നതനുസരിച്ച് പ്രധാനമായും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള 43 കമ്പനികളാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത്. ഈ കർണാടക സ്പിരിറ്റ് കമ്പനികളിൽ പലതും കോൺഗ്രസ് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ചില മന്ത്രിമാരും MLA മാരും MLC മാരും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു കമ്പനിയായ ഹർഷ ഫൂഗേഴ്സിന്റെ ഉടമസ്ഥത കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിയായ ലക്ഷ്മി ഹെർബൽക്കാണുള്ളത്, മന്ത്രി വെളിപ്പെടുത്തി. സ്വാഭാവികമായും സംശയത്തിന് ഇടമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ സ്പിരിറ്റ് നിർമ്മാണത്തെ എതിർക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും സ്പിരിറ്റ് ഇറക്കുമതി തുടരുമെന്ന് അവർ ആഗ്രഹിക്കുന്നു, MB രാജേഷ് പറയുന്നു. മധ്യപ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് പാലക്കാട്ട് ബ്രൂവറി യൂണിറ്റ് തുടങ്ങാൻ അനുമതി നൽകിയത് സർക്കാരുമായോ ഇടതുമുന്നണിയുമായോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് എടുത്തതെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതി വിശദാംശങ്ങൾ മറ്റു വകുപ്പുകൾക്ക് അറിയാത്തത് എന്തുകൊണ്ടാണെന്നും അത് രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്നും സതീശൻ നേരത്തെ മന്ത്രിസഭാ യോഗ കുറിപ്പ് പങ്കുവെച്ച് ഉന്നയിച്ചിരുന്നു. സുതാര്യത തെളിയിക്കുന്ന ക്യാബിനറ്റ് കുറിപ്പ് സർക്കാർ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യണമെന്ന് രാജേഷ് വാദിച്ചു. എക്സൈസ് വകുപ്പ് ഇതിന് അനുമതി നൽകാമായിരുന്നു. എന്നാൽ അതിനു പകരം ഞങ്ങളത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനിച്ചതെന്നും മന്ത്രി പറയുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ബ്രൂവറി യൂണിറ്റ് തുടങ്ങാനുള്ള പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരം സംസ്ഥാന കോൺഗ്രസിൽ നിന്നും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. എഥനോൾ പ്ലാന്റ്, വിദേശ മദ്യ നിർമ്മാണത്തിനുള്ള സൗകര്യം, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി, വൈനറി യൂണിറ്റ് എന്നിവയായുള്ള ഒരു സംയോജിത യൂണിറ്റ് സൃഷ്ടിക്കുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു.